അപ്പം നിത്യതയെക്കുറിച്ച് ചിന്തിച്ചാൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ട്. ദാറ്റ് മീൻസ് നിത്യതയെക്കുറിച്ചുള്ള സ്നേഹമാണ് ഒരു ഇൻഡിക്കേറ്റർ. എന്തിൻ്റെ ഇൻഡിക്കേറ്റർ? നിങ്ങളിൽ ദൈവസ്നേഹം ഉണ്ട് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റർ. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താ? ദൈവസ്നേഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? സൂചന എന്താണ്? യോഹന്നാൻ 14:15 എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. എന്റെ കൽപ്പന പാലിക്കും. അപ്പോൾ വചനം പാലിക്കുമെന്ന് അർത്ഥം. വചനം എന്തിനുള്ളതാണ്? വചനം എന്തിനുള്ളതാണ്? പാലിക്കാൻ. അല്ല 3000 പ്രാവശ്യം വചനം എഴുതാനുള്ളതല്ല. എഴുതിക്കോ, പാലിക്കാൻ വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. എഴുതാൻ വേണ്ടി വചനം എഴുതിയിട്ട് കഥയൊന്നുമില്ല. മനസ്സിലായില്ലേ? കാര്യം ഇപ്പം ഇന്നലെ ആ മഞ്ജു സാറിൻ്റെ സാക്ഷ്യം, ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ ഒരു ഉടമ്പടിക്കാലം കൊണ്ട് 90 ദിവസം കൊണ്ട് 15 തവണ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് കേൾക്കും. 15 തവണ ഉടമ്പടിക്കാലത്ത് 15 തവണ വചനം വായിച്ച് കേൾക്കും. അപ്പോൾ ഈ ഉടമ്പടി എടുത്തിട്ടുള്ള എത്ര പേര് അച്ഛൻ പറഞ്ഞ പോലെ അരമണിക്കൂറെങ്കിലും ഒരു ദിവസം വചനം വായിക്കുന്നുണ്ട്? ഒന്ന് ഉള്ളവരെ കൃത്യമായിട്ട് ഉള്ളവരെ കൈവെക്കാവും. ഒന്ന് കൈവെക്കിക്കേ. ഒത്തിരി പേര് കൈവെക്കണില്ല. എന്താ കാര്യം? നിങ്ങൾ അരമണിക്കൂർ വചനം വായിക്കുന്നില്ല. നിങ്ങൾക്കത് റിസ്ക്കായിട്ട് തോന്നും, ഭാരമായിട്ട് തോന്നണം, അല്ലേ? ഭാരം. അപ്പോഴേ ഇവിടെ എന്താ പ്രശ്നം വന്നിരിക്കുന്നത്? ഇപ്പം അരമണിക്കൂർ വചനം വായിക്കണം. അത് ഉടമ്പടി നിബന്ധനയുള്ളതാണ്. ഇപ്പം കൈവെക്കാൻ പറഞ്ഞപ്പോൾ ഒരു 20% പേരാണ് അരമണിക്കൂർ വചനം വായിക്കുന്നവരുള്ളത്. ബാക്കി 75% പേര് വായിക്കുന്നില്ല, വചനം വായിക്കണില്ല. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നണം. വചനം വായിക്കുന്നത് ഭാരമാണ്. ഈ ഭാരം എന്തുകൊണ്ടാണ് വരണത്? ഒരു വിഷയം ഭാരമാകണത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ എന്നോട് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊരു 50 കിലോന് ഇവിടെ വെച്ചേക്കാണ്. എന്നോട് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭാരമല്ലേ, അത് എടുക്കാൻ പൊങ്ങത്തില്ല, ഇല്ല, അതിനുള്ള ആവത് എനിക്കില്ല. അപ്പം നിങ്ങൾക്ക് അരമണിക്കൂർ വചനം വായിക്കാൻ ആവതില്ലെന്ന് എൻ്റെ അർത്ഥം. ബലമില്ല. ഈ സാറ് ആ സമയത്ത് എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാം? 15 തവണ ഈ സംഭവം വായിച്ചു. എന്താണ്? വചനം വായിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി ഓഡിയോ ഇട്ടിരിക്കുകയാണ് 24 മണിക്കൂറും. വചനത്തിൻ്റെ ഓഡിയോ ഇട്ടിരിക്കുകയാണ്, സമ്പൂർണ്ണ ബൈബിളിൻ്റെ. എന്നിട്ട് അപ്പനും മക്കളും എല്ലാം ഇതിൽ ഈ വചനം കേൾക്കുന്ന ഒരു അഭിഷേകത്തിലാണ്. അത് കാരണം അപ്പം വചനത്തോടുള്ള സ്നേഹമാണത് വരണതേ. വചനത്തോടുള്ള സ്നേഹം കൊണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കരുന്ന്. കുഞ്ഞുങ്ങൾ മൊബൈൽ കുത്തണേ എന്ന് പറഞ്ഞ് അമ്മമാർ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തലക്കുടിപ്പിക്കും. അച്ഛാ, ഇവൻ എപ്പോഴും മൊബൈലിൽ കളിയാണ്. ഈ സാറിൻ്റെ മക്കൾ മൊബൈലിൽ കളിയാണെന്ന്. എന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തില്ല അയാൾ എന്ത് ചെയ്ത്? കർത്താവിൻ്റെ വചനം കൊണ്ടുവന്ന് വീട്ടിൽ ഓൺ ചെയ്തിട്ട് 24 മണിക്കൂർ രാത്രി കിടന്നുറങ്ങുമ്പോഴും വചനം ഓണായിക്കൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഭിഷേകം കിട്ടി. അവരിതൊക്കെ മാറ്റിയിട്ട് വചനം വായിക്കാൻ കേൾക്കാൻ തുടങ്ങി. അതിനാണ് വിഷയം. ഇതിന് നമുക്കൊരു മിനിമം ദൈവസ്നേഹം വേണം. ഉടമ്പടി ദൈവസ്നേഹത്തിൻ്റെ ഒരു പദ്ധതിയാണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ നിറവേറ്റുവാൻ എനിക്ക് ആന്തരിക അഭിഷേകം തരണമേ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി നിബന്ധനകള് വിശുദ്ധാപൂർവം പാലിക്കുവാൻ, സ്നേഹത്തോടെ പാലിക്കുവാൻ ഞങ്ങളെ അഭിഷേകം സ്നേഹിച്ചു. നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ദൈവസ്നേഹം നമ്മളിലുണ്ടോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? കേട്ടവർ പറഞ്ഞു. ദൈവസ്നേഹം നമുക്കുണ്ടോ എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, അല്ലേ? നിത്യതയ്ക്കുള്ള പ്രശ്നം എന്താ അറിയാമോ?
നിത്യത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ചില ടെമ്പറാലിറ്റീസ്, ചില ഭൗതികമായ ആനുകൂല്യങ്ങൾ, നമുക്ക് ന്യായമായിട്ട് അവകാശമായിട്ടുള്ള സംഭവങ്ങൾ തന്നില്ലെന്ന് വിചാരിച്ചോ. നിങ്ങൾ ദൈവസ്നേഹത്താൽ അത് ദൈവത്തിൻ്റെ നാമത്തിന്, കർത്താവിൻ്റെ തിരുമനസ്സിന് നിങ്ങൾ കാഴ്ചവെക്കുന്നു. ഇത് നമ്മൾക്ക് മാറിക്കിട്ടുന്ന സ്ഥലമാണ് നിത്യത. ഒക്കെ കുറഞ്ഞ മനസ്സായ ഇപ്പോൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ന്യായമായ അവകാശമായുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് തരേണ്ടതാണ്. കാരണം നിങ്ങളുടെ കൂട്ടുകാരെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ബന്ധുക്കൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ സഹപ്രവർത്തകർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പം നിങ്ങളോർക്കും ചില മുണ്ണകൾ വിചാരിക്കും ദൈവം ഇല്ലെന്ന് വിചാരിക്കും. പക്ഷേ ബുദ്ധിയും ബോധം ഉള്ളവർ, പരിശുദ്ധാത്മാവ് ഉള്ളവരെന്ന് പറഞ്ഞാലേ പരിശുദ്ധാത്മാവ് എങ്ങനെ ഉണ്ടാകണമെന്ന് അറിയണം ആദ്യം. ആ 14-15 വായിച്ചേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, പറഞ്ഞേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇവിടെയാണ് പ്രശ്നം വേണ്ടത്. കവനന്റും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം അതാണ്. എന്നെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത് 14-15. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതാണ് ഉടമ്പടി. അവൻ പറയണ പോലെ ചെയ്യും. ഈ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത്? ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടുകൂടി ആയിരിക്കാൻ അവിടുന്ന് ഒരു മറ്റൊരു ആശ്വാസകനെ പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യും. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഇപ്പം കരിസ്മാറ്റിക് കാലം കഴിയുമ്പോഴാണ് ഈ കവനൻ്റെ കാലം, ദൈവമായിട്ട് കരാർ ചെയ്ത് ജീവിക്കുന്ന ഒരു കാലം വരണത്. ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന, ഒന്ന് പറഞ്ഞേ, സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളുടെ ആയിരിക്കും മറ്റൊരു ആശ്വാസകനെ, പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും ചെയ്യും. അപ്പോൾ കൽപ്പനകൾ, ഇപ്പോൾ കരിസ്മാറ്റിക് ധ്യാനത്തിൽ നമ്മൾ അവസാനമാണ് ആൾക്കാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. അല്ലേ? ക്ലിയർ അല്ലേ? അല്ലേ പിന്നെ നിങ്ങൾ എന്തുമാത്രം വളരേണ്ടതാണ്. കവനൻ്റിൽ ആ സാധനം പോകത്തില്ല. എന്താ കാര്യം? കവനൻ്റിൽ കവിവെപ്പ് പ്രാർത്ഥനയിലൂടെ അല്ല പരിശുദ്ധാത്മാവ് കിട്ടണത്. പിന്നെ അവൻ പറയണത് പോലെ ചെയ്യുന്നതിലൂടെ. കൈയിടിച്ച് കർത്താവ് അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഓരോ കാര്യങ്ങളും കർത്താവ് പറയണ പോലെ നിറവേറ്റുമ്പോഴേ നമുക്ക് എന്താ ലഭിക്കണത്? പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മളുടെ ലക്ഷ്യം എന്താണ്? യോഹന്നാൻ 1:16 മേൽകൃപയാണ് ലക്ഷ്യം. അവരുടെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽകൃപ. ഈ മേൽകൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർജിത കൃപയാണ്. ഒരു വ്യക്തി ആർജിക്കുന്ന കൃപയാണ്. മനസ്സിലായില്ലേ? സാധാരണ നമുക്ക് പരിശുദ്ധാത്മാവ് കിട്ടുന്ന കൂദാശ വഴിയാണ്. അടിസ്ഥാന കൃപ. അടിസ്ഥാന കൃപയിലൂടെ നമുക്ക് സാധാരണ കേവല കൃപ കിട്ടും. കൃപയ്ക്ക് മേൽകൃപ കിട്ടുന്നത് എന്താണ്? ആർജിത കൃപയാണ്. കവനൻ്റെ ലക്ഷ്യം വെക്കണത് എന്താണ്? അടിസ്ഥാന കൃപയല്ല. അടിസ്ഥാന കൃപ ഓൾറെഡി നമ്മൾ അതിൻ്റെ എല്ലാ അതിൻ്റെ പരിക്കുകളെല്ലാം പരിഹരിച്ച് റിപ്പയർ ചെയ്ത് കൂദാശ ജീവിതത്തിലൂടെ കൃത്യമായി നമ്മൾ അടിസ്ഥാന കൃപയുടെ ചാലുകളെല്ലാം ആദ്യമേ കോരും. അതിന് ശേഷമാണ് നമ്മൾ
ആർജിത കൃപയിലേക്ക് പോണത്. ആർജിത കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അവന് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും മുന്തിയ നിലവാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ കൃപയ്ക്ക് മേൽ കൃപയായ ആർജിത കൃപ പ്രാപിക്കുവാൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കുമെന്ന് അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് നിലവാരമുള്ള സുവിശേഷ സാക്ഷികളാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ദൈവ സംസർഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവ വിനിമയത്തിൻ്റെ ഒരു കാലമാണ് നമ്മൾ ഉടമ്പടിയിലൂടെ വാതിൽ തുറക്കുന്നത്. വിനിമയത്തിൻ്റെ കാലം എന്താ വെച്ചാൽ ബൈബിൾ എപ്പോഴും പറയുന്ന സംഭവം ബിവെയർ ഓഫ് ഒക്കേഷൻസ്, അവസരങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുക. പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനെ ഓർത്തിരിക്കുന്ന സംഭവമാണ് വാട്ട് ഈസ് ഇൻ്റലിജൻസ്. വാട്ട് ഈസ് ഇൻ്റലിജൻസ്? എന്താണ് ബുദ്ധി? അത് സൈക്കോളജിക്കൽ സബ്ജക്റ്റാണ്. എന്താണ് ബുദ്ധി? ഇൻ്റലിജൻസ് ഈസ് ആൻ എബിലിറ്റി ടു അഡാപ്റ്റ് അക്കോർഡിംഗ് ടു ദി സർക്കംസ്റ്റൻസ്. അതാണ് ബുദ്ധിയുടെ ഇപ്പം നിലവിലുള്ള ഡെഫിനിഷൻ. എന്താണ് ബുദ്ധി എന്ന് പറയണത്? ഇറ്റ്സ് എൻ എബിലിറ്റി ടു അഡാപ്റ്റ്. ഒരു സാഹചര്യം വരുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ ബുദ്ധി എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേസിൽ വരുന്ന വിഷയം. ഗ്രേസ് എന്ന് പറയുന്നത് കൃപ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ്. കൃപയ്ക്ക് മേൽകൃപ. ഈ മേൽകൃപ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗ്രേസ് മേക്കിംഗ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ്. അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്, കൃപ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ബുദ്ധിപരമായ വിനിമയമാണ്. ഒരു അവസരങ്ങളോട് ഒരു വിശ്വാസി എങ്ങനെ പ്രതികരിക്കുന്നു, അതിലൂടെയാണ് അക്വയേർഡ് ഗ്രേസ് ഉണ്ടാകുന്നത്. ആർജിത കൃപ അവസരങ്ങളോട്. ഇപ്പോൾ ലൂക്കാൻ്റെ സുവിശേഷം എടുത്തേ 21:13 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 21:13. ഏറ്റവും ലൂക്ക 21:13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവസരം കണ്ട, ഒക്കേഷൻ. ഇത് നിങ്ങൾക്ക് പറഞ്ഞേ, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഇതാണ് ഈ അവസരത്തെ ബുദ്ധിപൂർവമായിട്ട് നമ്മളെ സമീപിക്കാൻ കഴിയണം. അവസരം. ഇപ്പം നിൻ്റെ ഭാര്യ വഴക്കിട്ട് വീട്ടിൽ പോയി, നിൻ്റെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടാകും, അവളുടെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടാകും. അപ്പോൾ അവൾ വീട്ടിൽ പോയി അവിടെ ഇരിക്കുകയാണ്. അവളെ കുഞ്ഞുങ്ങളെ മരിച്ചുകൊണ്ട് നീ വീട്ടിൽ വന്നപ്പോൾ ഭാര്യയുമില്ല കുഞ്ഞുങ്ങളെയും ഇല്ല. അവൾ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ നീ എന്ത് ചിന്തിക്കണം? എന്താ നീ ഉടനെ എന്ത് ചെയ്യും? നീ നിനക്ക് വിശ്വാസമാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ആരെങ്കിലുമായിട്ട് പെൺപിള്ളേരുമായിട്ട് സംസാരിക്കണ ഒരു ഓഡിയോ അവർക്ക് അയച്ചു കൊടുക്കും. അല്ല, നീ ഇങ്ങനെ ഒപ്പറായിട്ട് തരം കാണിച്ചാൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നതാണ് നീ അവളോട് പറയണത്. അത് മാനുഷികമാണ്. എന്താണ്? കൊല്ലാനും നശിപ്പിക്കുവാനാണ് കള്ളൻ വരുന്നത്. കള്ളൻ വരണേണ്ട. ഭാര്യ വഴക്കിട്ട് പോയപ്പോൾ ഒരുത്തൻ കാണിക്കുകയാണ് അവൻ്റെ പഴയ ഒരു അക്കൗണ്ടിൽ നിന്ന് അവൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവൻ്റെ പഴയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവളുടെ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുക്കും. എന്താ? നീ അഭ്യാസം കാണിച്ചാൽ അതിനേക്കാൾ വലിയ അഭ്യാസം ഞാൻ കാണിക്കുമെന്നാണ് ഇവൻ പറയണത്. പക്ഷേ ഈ പോഴൻ അവസരത്തെ ദുർവിനിയോഗിക്കാൻ കണ്ട. ഇതല്ല വിഷയം. ഈ വിഷയം ഇവൻ ശരിക്കും പറഞ്ഞ ഈ അവസരം
ശരി, അവൾ പോയി. നിൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ഇല്ല, അവളുടെ കയ്യിലാണ് മിസ്റ്റേക്ക്. നീ ഇല്ലാത്തപ്പോൾ നിൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവിടെ അമ്മയോട് പോലും ചോദിക്കാതെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ നിൻ്റെ ചിറ്റപ്പനും ആൻറ്റിയും ഒക്കെ രംഗത്ത് വന്നു. അപ്പോൾ അവൾ പോയപ്പോട്ടെ, നാട്ടിൽ വേറെ പെണ്ണ് കിട്ടുമെന്ന് പറയും. അടുത്ത പിശാചവനാണ് വേണ്ട, അടുത്ത പിശാചവനുണ്ട്. ഈ നിൻ്റെ ആൻറ്റിയും ചിറ്റപ്പനും കൂടെ വന്നിട്ട് നിന്നോട് പറഞ്ഞാൽ അവൾ വന്നപ്പോഴത്തെ എനിക്ക് മനസ്സിലായി അവൾ പിഴയാണെന്ന്. അപ്പോൾ നിനക്ക് തരുന്ന നോട്ടതാ. അവൾ പോട്ടെ കൊള്ളാം, കല്യാണം ഇതുപോലെ എന്തുമാത്രം വേണമെങ്കിൽ വീട്ടിൽ പോകേണ്ടത്. അപ്പോഴേ നിനക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളവരെ വിട്ടുപോരാം. നീ ഉടമ്പടി എടുക്കുമ്പോൾ നിന്നെ വഴിതെറ്റിക്കുന്നവരെ നീ വിട്ടുപോരേണ്ടി വരും. ഓൾഡ് റിലേഷൻസ്, നിന്നെ ക്രിസ്തുവിൽ നിന്ന് വഴിതെറ്റിക്കുന്ന വ്യക്തികളെ. എനിക്ക് തോന്നുന്നത് 2 കൊറിന്തോസ് 6:17 എടുത്തേ. 2 കൊറിന്തോസ് 6:17. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അതെ, നിന്നെ ദുഷ്ട ഉപദേശം നൽകി ഉള്ള കൃപ കൂടി കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാരുണ്ട്. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അതിനൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം. യോഹന്നാൻ 10:10 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 10:10 മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇളയച്ചൻ വരുന്നത്, കൊച്ചാപ്പൻ വരുന്നത്, ചിറ്റമ്മ വരുന്നത്, ആൻറ്റി വരുന്നത് ഒത്ത പോക്കാണെന്ന് പറഞ്ഞത്. നിങ്ങൾ അവരെ വിട്ട് പോരാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. യേശുവേ ആരാധന 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 യേശുവേ ആരാധന. സ്നേഹമായിരിക്കും. ദൈവം തന്നെ കൽപ്പന എന്താന്ന് നോക്കിയേ, വായിച്ചേ. 1 കൊറിന്തോസ് 14:1 സ്നേഹമായിരിക്കട്ടെ. പറഞ്ഞ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ വാശിയല്ല, വൈരാഗ്യമല്ല, വെറുപ്പല്ല, ഒന്നുമല്ല. ഇവിടെ ചിലപ്പോൾ തോറ്റു കൊടുക്കേണ്ടി വരും. കാര്യം എന്താണ്? നീ സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനസ്ഥാനം, നീ ഏറ്റെടുത്തിരിക്കുന്ന കൃപ തോറ്റവൻ്റെതാണ് അല്ലേ? തോറ്റവൻ്റെതല്ലേ? തോറ്റവൻ്റെ ഉടമ്പടിയാണ് നീ ചെയ്തിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ ചിലപ്പോൾ തോറ്റെന്നിരിക്കും, പക്ഷേ ഈ തോൽവി അന്ത്യമല്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. കൈവിശുകൊണ്ട് ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. എൻ്റെ മക്കളെ, ഇതിൻ്റെ വിഷയം ഇത് ദൈവം ഒരുക്കുകയാണ് ശരിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു കേസ് ഹിസ്റ്ററി പറഞ്ഞില്ലേ, ഹസ്ബൻഡിനെ വഴക്ക് ഇല്ലാത്ത സമയത്ത് ഹസ്ബൻഡ് അമ്മയോട് പോലും പറയാതെ അവൾ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നീ എന്താ ഉപയോഗിക്കുമ്പോഴാണ് നിൻ്റെ വീട്ടുകാരും നാട്ടുകാരും വന്ന് പറയണത് നിന്നെ പിശാചിൻ്റെ ഉപകരണങ്ങളായിട്ട് മാനുഷികമായ വാശിയും വൈരാഗ്യമാണ് പറയണത്. എടാ പോത്തെ, നീ അവിടെ ചെന്ന് അപ്പോൾ നീ പറയും ഞാൻ ചെന്ന് വിളിക്കട്ടെ, കുഞ്ഞുങ്ങളെ കാണാൻ പറ്റണില്ല എന്നൊക്കെ പറയുമ്പോൾ എടാ നീ എന്ത് വിഡ്ഢിയാണ്, നീ എന്ന് വിളിച്ചാൽ ഇനി അവൾ ഇതിൻ്റെ അപ്പുറത്ത് കാണിക്കും. അതിൻ്റെ അപ്പുറത്ത് അത് മനുഷ്യൻ്റെ ഉപദേശമാണ്. ദൈവത്തെ അറിയാൻ പാടില്ലാത്ത പേപ്പട്ടികൾ നിങ്ങളെ എങ്ങനെയും വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. പേപ്പട്ടികളെ അത് ചിറ്റപ്പനായാലും ആൻറ്റി ആയാലും ശ്രദ്ധിക്കരുത്. നിങ്ങൾ അവരെ വിട്ടു പോരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1 കൊറിന്തോസ് 6:17 നിങ്ങൾ അവരെ വിട്ടുപോരൂ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടുപോരാൻ ഈശോ പറയും നിങ്ങൾ അവരെ വിട്ടുപോരേണ്ടവരെ വിട്ടുപോരുക തന്നെ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഒഴിവാക്കണമെന്നല്ല, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ അവരെ ഈശോ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ അവരെ വിട്ടുപോരൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധന്മാരാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 15:14 അവരെ വിട്ടേക്കൂ അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ നിങ്ങളെ കുഴി കൊണ്ട് ചാടിക്കാൻ മാത്രം ക്രിസ്തുവിനെ മാറ്റി നിർത്തി, ദൈവത്തിൻ്റെ സ്നേഹത്തെ മാറ്റി നിർത്തി ആര് ഉപദേശം തന്നാലും അത് അന്ധന്മാരാണ് തരണത്. അന്ധനെ നയിച്ചാൽ എന്ത് പറ്റും? രണ്ടുപേരും കുഴി വീഴുമെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുഴി വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? സ്നേഹമായിരിക്കട്ടെ
നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന പറയുമ്പോൾ ചിലപ്പോൾ അവർ തോന്നിവാസം ഇങ്ങോട്ട് പറയും. അപ്പോൾ നമുക്ക് അവർ നമ്മൾ ചെയ്യാത്ത കാര്യമൊക്കെ അവർ പറയണത്, ഇവൾ പറഞ്ഞിരിക്കുന്ന കുശുമ്പും കുഞ്ഞായ്മയും തോന്നിവാസമായിരിക്കും, കേട്ടിട്ടായിരിക്കും അവരിങ്ങോട്ട് വിളമ്പണത്. പക്ഷേ നമ്മളൊന്നും മിണ്ടത്തില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് വെച്ചാൽ സാധാരണ ഒരു വെല്ലുവിളിയാണ്. ഇവിടെ എന്താണ്? ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കണമുണ്ട്. കൂദാശയുടെ ബലമുണ്ട്. ക്രിസ്തുവിനെ പിരിയരുത്, കാരണം നിത്യതയാണ് ലക്ഷ്യം. കൈയടിച്ച് നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ഇത് നമ്മളിങ്ങനെ ഓർപ്പിച്ച് തരണം. ഇപ്പോൾ ഈശോ നേരത്തെ എന്താ പറഞ്ഞത്? സ്നേഹത്തിൻ്റെ ഇൻഡിക്കേറ്റർ അല്ലേ? സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? എന്ത് സംഭവിച്ചാലും നിത്യതയെക്കുറിച്ച് ചിന്തിക്കും, അയാൾക്ക് ദൈവസ്നേഹം ഉണ്ട്. രണ്ടാമത്തെ എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. കൽപ്പന പാലിക്കുമ്പോഴെന്താണ്? കൽപ്പന എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അതാണ് പ്രശ്നം. നിങ്ങളെ പരസ്പരം സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കണത്. അത് മഹാത്മാഗാന്ധിക്കും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെയാണ് പറഞ്ഞിരിക്കണത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച കാര്യം കാണുമ്പോൾ അറിയാമല്ലോ. ഈ കുരിശുരൂപം എന്തുകൊണ്ട് അൾത്താരെ വെക്കണത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എന്താണെന്ന് കാണിക്കാനാണ് സഭയെ. ഞാനെങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുരിശുരൂപം അൾത്താരെ വെക്കണത്. തുണിയില്ലാതെ ഒരു വിറക് കഷ്ണത്തെ ഇനി ഒന്നും കയ്യിലില്ല. ആരുടെ കയ്യിലില്ല? യേശുവിൻ്റെ കയ്യിലുമില്ല, പരമപിതാവിൻ്റെ കയ്യിലുമില്ല എന്ന് പറയുന്ന ബൈബിൾ ഭാഗമുണ്ട്. എന്താണ്? നമ്മൾക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നൽകിയില്ലേ? ഇപ്പോൾ യേശുക്രിസ്തുവിനെ പോലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? വല്ലാത്ത വൈബ്രന്റ് ആയിട്ടുള്ള വേർഡാണിത്. എന്താണ്? സ്വപുത്രനെ പോലും. ആ പോലും എന്നുള്ള വാക്കിനാണ് എക്സ്ട്രാ അനോയിൻറ്റിങ് ഉള്ളത്. എന്താണ്? സ്വപുത്രനെ പോലും, ക്രിസ്തുവിനെ പോലും നമുക്ക് വേണ്ടി. അപ്പോൾ എന്തുമാത്രം പരമപിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും നശിക്കാൻ, ഈശോയെപ്പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, നമ്മൾ ഒരിക്കലും നശിക്കാൻ ദൈവം ഒരിക്കലും ഇടവരുത്തത്തില്ല. ഏതെങ്കിലും വഴിയിലൂടെ നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ നിന്നെ വീണ്ടെടുക്കും. കൈയടിച്ച് കർത്താവ് നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അങ്ങയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെന്നും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നമ്മളിലൂടെ ഇപ്പം ഈശോ എന്നാ സംസാരിക്കണത്? നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? കൃപയ്ക്ക് മേൽകൃപ.
അതിനെന്താ ചെയ്തിരിക്കണത്? അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിമയം ചെയ്യുക. ജീവിതത്തിലുണ്ടാകുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിമയം ചെയ്യുക. ഇങ്ങനെയാണ് കൃപ, ആർജിത കൃപ ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ്. ആർജിത കൃപയെന്ന് പറയുന്നത് ബുദ്ധിപരമായൊരു വിനിമയമാണ്. അവസരങ്ങളെ ഇതാണ് അവസരം എന്ന് നമുക്ക് പറഞ്ഞു തരണത് ആരാണ്? പരിശുദ്ധാത്മാവ്. 14:26. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അവസരങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നായി പറയണത് മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ റോള് കവനൻ്റിൽ ഭയങ്കരമാണ്. നിങ്ങൾ കവനൻ്റിലായിക്കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പാലിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്താണ്? ആ പരിശുദ്ധാത്മാവ് അവസരങ്ങളെ അനുസ്മരിപ്പിക്കും. ടാപ്പിംഗ് ടൈം പറയും, കൃപയുടെ ടാപ്പിംഗ് ടൈം പറയും. ഇപ്പോൾ ആ പെണ്ണുമ്പോൾ വഴക്കിട്ട് പോയില്ലേ? അതാ അപ്പോൾ ഇവരോട് എന്താ പറഞ്ഞിരിക്കണത്? അവൻ്റെ അമ്മ പറഞ്ഞിരിക്കണത്, എന്നെപ്പോലും ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്നോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവളെ ഇനി വിളിക്കാൻ നീ പോകണ്ട, ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാകത്തില്ലെന്നാണ് അമ്മ പറയണത്. അവരെ തോട്ടുമുള്ളിൽ തൊഴിക്കുകയാണ്. കൂദാശയും കാര്യമൊന്നും അവർക്ക് പ്രശ്നമൊന്നുമല്ല. അവർ തോട്ടുമുള്ളിൽ തൊഴിക്കുകയാണ്. എങ്ങനെ ഈ സാധനത്തെ വിഘടിച്ചിട്ട് അവളെ വീട്ടിൽ നിർത്താമെന്നാണ് ഈ പണ്ടാരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാധനത്തിനൊക്കെ ഇവരമ്മയാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ ബാധ്യസ്ഥമില്ല. എന്നെക്കാളുപരി സ്വന്തം മാതാവിനെ പിതാവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് ആവശ്യമില്ല. എന്നൊക്കെ കൈയടിച്ച് കർത്താവ് യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. തീരുമാനിക്കുന്നവൻ യേശുവിൽ തീരുമാനിക്കുക. ഒന്ന്, തീരുമാനിക്കുന്നവൻ നിത്യതയെ മുൻനിർത്തി തീരുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ നിത്യതയെ മുൻനിർത്തി തീരുമാനിക്കുന്ന കൊണ്ടാണ് ഇപ്പം ക്രിസ്തുവിൻ്റെ പല പ്രബോധനങ്ങളും സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഈ ലോകത്തിന് വേണ്ടിയുള്ള പ്രബോധനങ്ങളല്ല. നിന്റെ വലത് കർണത്തെ അടിക്കണവന് ഇടത് കർണം കാണിക്കാൻ പറയണില്ലേ? എന്തുകൊണ്ടാണ്? നീ അടിക്കണവന് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി? നിനക്ക് ക്രോധമായി, വൈരാഗ്യമായി, നിൻ്റെ ആത്മാവിന് കറയായി, നിനക്ക് നിത്യത നഷ്ടമായി. നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് അവസാന നിമിഷം വരെ രക്തം ചെയ്യുന്നവരുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ക്ഷമ ഇത്രയും വരെ ആകാം. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശുഭാശീലനാമേ യേശുവേ ശാന്തശീലനാമേ യേശുവേ. എൻ്റെ മക്കളെ, ഇതിൻ്റെ ഒരു വൈബ്രേഷൻ കണ്ടില്ലേ? ഇത് കർത്താവിൻ്റെ ഓരോ വചനങ്ങളും ലക്ഷ്യം വെക്കുന്നത് കൈച്ചൂണ്ടിയാണ്. വചനങ്ങളെല്ലാം നിത്യതയുടെ കൈച്ചൂണ്ടികളാണ്, കൈച്ചൂണ്ടികൾ. അതുകൊണ്ടാണ് വചനം, പ്രത്യേകിച്ച് വചനം കഠിനമാണെന്ന് കണ്ടാൽ ഓർക്കുക, അത് ഈ ലോകത്തിന് വേണ്ടിയുള്ള വചനമല്ല. സിമ്പിളായിട്ടുള്ള വചനമാണ് ഈ ലോകത്തിന് വേണ്ടിയുള്ളത്. ഇപ്പം ദിവ്യകൃപാനെക്കുറിച്ചുള്ള വചനം കഠിനമാണ്. എന്താ കാര്യം? ദിവ്യകൃപാന നിത്യതയുടെ ഭക്ഷണമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജീവിതത്തിൻ്റെ കഠിനമായ അനുഭവങ്ങളെ മാർദ്ദവമാക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തോടെ അത് സ്വീകരിക്കാനാണ് എന്നിലൂടെ കർത്താവ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടിയാണത്? നിത്യതയെ ഉദ്ദേശിക്കുന്നതാണത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് നിത്യതയെ നിങ്ങൾ സ്നേഹിക്കാൻ ആദ്യം തീരുമാനിച്ചാൽ
ബാക്കിയെല്ലാം എളുപ്പമാകും. നിങ്ങൾ നിത്യതയെ ഒരു ജീവിത ലക്ഷ്യമായിട്ട് കണ്ടാൽ ബാക്കിയെല്ലാം എളുപ്പമാകും. മനുഷ്യൻ്റെ ഇവിടുത്തെ ഭാരം എന്താണ്? നിത്യതയെ അവൻ അവഗണിക്കുന്നതാണ് മറ്റതെല്ലാം ഭാരമായി മാറണം. നമുക്ക് നിത്യതയെ അവഗണിക്കുന്നതാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഭാരമായി മാറണത്. കർത്താവിന് എന്താ കുരിശ് ഭാരമായി മാറാതിരുന്നത്? അത് നിത്യതയ്ക്ക് വേണ്ടിയാണെന്ന് ഈശോയ്ക്ക് ആന്തരിക ബോധ്യമുണ്ടായിരുന്നു. അത് പിതാവിനോട് സ്നേഹം ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് ആന്തരിക അഭിഷേകം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഐസയ പറയണത് എന്താണ്? അവൻ സഹനദാസൻ, അവൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ തലമുറയിലെ ആ രക്തത്തിൽ ചവിട്ടി, ആ രക്തത്തിൽ നിന്ന് പിറക്കാൻ പോകുന്ന ഒരു തലമുറയെ ഓർത്തുകൊണ്ട് അവന് ഹൃദയ സന്തോഷമുണ്ടായെന്ന്. ദാറ്റ് മീൻസ് ഈശോ കുരിശെടുത്തത് അഭിഷേകത്തിലാണെന്ന് അർത്ഥം. ഐസയ 53 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഐസയ 53:10 അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഈ ബോധം എപ്പോഴും ഉണ്ടാകണം. എന്താണ്? അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഒരു ക്ലേശം വരുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ 14:26 വെച്ചുകൊണ്ട് പരിശുദ്ധാത്മ വരും. ഇത് നിങ്ങളുടെ വീട്ടുകാരോ അയൽവാസികളോ കൂട്ടുകാരോ ഉണ്ടാക്കിയ പാരപണിയൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ക്ലേശം വന്നിരിക്കുന്നത് അവിടെ നിന്നാണ്. നിങ്ങളെ ക്ലേശങ്ങൾക്ക് ക്രിസ്തുവിനെ പോലെ വിട്ടുകൊടുത്തിരിക്കുന്നത്. കാരണം നിങ്ങളെ കൃപയ്ക്ക് മേൽ കൃപയ്ക്കായി ദൈവം ക്രിസ്തുവിനെ പോലെ വിളിച്ചിരിക്കുന്നു. അത് ആര് പറഞ്ഞു തരേണ്ടതാണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞു തരേണ്ടതാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വോൾട്ടേജ് ഷോർട്ടായി വരുമ്പോഴാണ് ഇതെല്ലാം ഭാരമായിട്ട് പിടിക്കണം നമ്മളെ എല്ലാം. നമ്മൾ പറയാം അവിടെ നിന്നല്ല, ഇത് അവൾ കാണിച്ചതാണ്, ഇവർ കാണിച്ചതാണ്, ഓഫീസിൽ കാണിച്ചതാണ്, പാർട്ടിക്കാർ ചെയ്തതാണ്. ഇങ്ങനെ കുറേ നമ്മൾ എന്തുകൊണ്ടാണ്, അതായത് നമ്മുടെ എല്ലാ ഭാരങ്ങൾക്ക് ഉത്തരവാദി മാപ്പുസാക്ഷികളെയും നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ഓർക്കുക. ആ മാപ്പുസാക്ഷികൾ ആ പ്രേസങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് കാര്യം ഓവർ ചെയ്ത് കഴിഞ്ഞാൽ വിഷയം അവിടെ വെച്ച് തീരുകയാണ്. നിങ്ങൾക്ക് ലഭിക്കണേ എന്താണ്? നിത്യതയും ക്രിസ്തുവിനെയും കൈയടിച്ച് കർത്താവ് എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും നാഥാ എല്ലാ തോൽവികൾക്കും നാഥാ നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കുറച്ചു നേരം എഴുന്നേറ്റ് നിൽക്കാം. ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് പാടുക, ശ്രദ്ധി പാടുക. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും നാഥാ നന്ദി. ആ
സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ പക്ഷാപരത്തോടെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. ഒരുമിച്ച് എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും നാഥ ഒരുമിച്ച് പാടുക. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. സന്തോഷത്തോടെ എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും നാഥ ദൈവസ്നേഹത്തോടെ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും നാഥ എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം അത് നിമിത്തമായി എല്ലാ കുറവുകൾക്കും നാഥ നന്ദി. രോഗങ്ങൾ സാന്നിധ്യമറിയാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അഭിഷേകമുണ്ടാകട്ടെ. കർത്താവേ, സ്വർഗ്ഗം തുറക്കണമേ. ദിവ്യകാരുണ്യമേ, മാരക രോഗങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് അടിപ്പിഴയായി വൈദ്യുത ആഘാതം പോലെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിന്റെ രക്തം പകരട്ടെ. യേശുവിന്റെ നാമത്തില് വാതരോഗങ്ങള്, വിസർപ്പരോഗങ്ങള്, അവയവരോഗങ്ങള്, വിസർപ്പരോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള് വിട്ടുമാറട്ടെ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും പക്ഷാപരത്തോടെ എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ എന്നെ
നിത്യതയോടെ അഭിഷേകത്തോടെ രക്തം തളിക്കണമേ, എല്ലാ വ്യക്തികളുടെ മേലും രക്തം തളിക്കണമേ. എല്ലാ കരൾ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, തലച്ചോറസുഖങ്ങള്, സിസ്റ്റരോഗങ്ങള്, രോഗങ്ങള്, രോഗങ്ങള്, രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ. നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും ഒരുമിച്ച് പാടുക. എന്റെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്റെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും എല്ലാ കുറവുകൾക്കും എല്ലാ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും എല്ലാ തോൽവികൾക്കും എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ മുഖം കാണുക അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുറവുകൾക്കും ഭാഷാപരത്തെ അറിയുന്നത് ഭാഷാപരം ശ്രദ്ധിക്കട്ടെ. കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്, തുറക്കുന്ന സമയമാണ്, കർത്താവ് രക്തം മഴ പോലെ പെയ്യുന്ന സമയമാണ്. കർത്താവേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ കുളിപ്പിക്കണമേ. കർത്താവേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ സ്നാനം ചെയ്യിക്കണമേ. എല്ലാ കുറവുകൾക്കും കർത്താവേ, നിന്റെ മുഴുക്കടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തത്താൽ ഞങ്ങളെ കുളിപ്പിക്കണമേ. നിന്റെ രക്തത്താൽ ഞങ്ങളെ സ്നാനം ചെയ്യിക്കണമേ. കർത്താവേ, മരുന്ന് കഴിച്ച് മടുത്ത് കർത്താവേ, വേദനിച്ച് വേദനിച്ച് മടുത്ത് കർത്താവേ, അങ്ങനെ മക്കളെ മേൽ അഭിഷേകം ചൊരിയണമേ. ഭാരങ്ങളെ ലഘുവാക്കണമേ. ഉയർപ്പിന് മഹിമ പ്രാപിക്കണമേ. സൂചിക്കട്ടെ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എല്ലാ തോൽവികൾക്കും നിന്റെ എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി, സാന്നിധ്യം അറിയാൻ ഇടയായി, നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. എല്ലാ തോൽവികൾക്കും എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എല്ലാ കണ്ണുനീരിനും നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ എല്ലാ കണ്ണുനീരിനും എല്ലാ കണ്ണുനീരിനും
നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ആൽബത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരുമിച്ച് എല്ലാവരും അഭിഷേകത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുമിച്ച് ആരവത്തോടെ ഒരുമിച്ച് ആരവത്തോടെ കൈകൾ വീശിക്കൊണ്ട് മാർഗരോഗങ്ങള് തീരാവേദികള് ജീവിത ദുരിതങ്ങള് മാർഗരോഗങ്ങള് തീരാവേദികള് ജീവിത ദുരിതങ്ങൾ വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ 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 മാർഗരോഗങ്ങള് തീരാവേദികള് ദുരിതങ്ങള് ജീവിത ഭാരങ്ങള് യേശുനാമത്തില് 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 വിട്ടുമാറട്ടെ വിട്ടുമാറട്ടെ. ഒരുമിച്ച് പാടുക. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കട്ടെ. അഭിഷേകം ഉണ്ടാകട്ടെ. പക്ഷാപരത്തോടെ മൗനമായി മുട്ടയിൽ നിന്ന് കണ്ട് കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ നോക്കി. ഏതെങ്കിലും പ്രത്യേക സ്വകാര്യ വിഷയമുണ്ടെങ്കിൽ അമ്മയുടെ മാധ്യസ്ഥൽ ഇപ്പോൾ സമർപ്പിക്കുക. പ്രത്യേക സ്വകാര്യ വിഷയം ഇപ്പോൾ സമർപ്പിക്കാം.
ഓക്കെ, എല്ലാവരും മുട്ടെന്തിക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിലും ഉടമ്പടി പുതുക്കിയും സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഇരിക്കുക. അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ അറിയിപ്പ്, ഒക്ടോബർ 28-ാം തീയതിയാണ് നമ്മുടെ മഹാ ജപമാല റാലി. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ജപമാല റാലിയാണെന്നാണ് ഞാൻ കരുതുന്നത്. 3 ലക്ഷത്തോളം മനുഷ്യരെ പങ്കെടുക്കുന്ന, വിശ്വാസികൾ പങ്കെടുക്കുന്ന, ഇതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലുമുള്ള കൃപാസനത്തിൻ്റെ ഉടമ്പടി ചെയ്തിട്ടുള്ളവർ ഓരോരോ ഗ്രൂപ്പുകളായി ഓരോ രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലുമൊക്കെ ഗ്രൂപ്പുകളായിട്ട് ഇടവകളിൽ അഖണ്ഡ ജപമാല വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. 1000 മണിയുള്ള അഖണ്ഡ ജപമാല കൃപാസനത്തിലുണ്ട്. നിങ്ങൾ യൂട്യൂബ്, അത് അച്ഛൻ്റെ നമ്പറില്ലേ 9447285400, ഈ നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അഡ്രസ്സ് പറഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പ് നിങ്ങൾക്ക് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ, മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഖണ്ഡ ജപമാല തരുന്നതായിരിക്കും 1000 മണിയുടെ. അപ്പം നിങ്ങൾക്കും ഉടമ്പടിയിലുള്ളവർക്ക് നിലനിന്ന് പോകാനും പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഒരു കൂട്ടായ്മ ആചരിക്കുന്നത്. അപ്പം അങ്ങനെ ഉടമ്പടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും 5:30 മണിക്കാണ് റാലി ആരംഭിക്കുന്നത്. ഇവിടുന്ന് റാലി ആരംഭിക്കുന്നത് 5:30 മണിക്കാണ്. ഇപ്പം വന്നവർ വൈകുന്നേരം 9:30 മണി വരെ ആൾക്കാർ വണ്ടി വന്ന് ചേർന്നുകൊണ്ടിരിക്കും. അല്ല, എല്ലാവരും കൂടി 5:30 മണിക്ക് വരണമെന്നല്ല. നമ്മളിവിടുന്ന് 5:30 മണിക്ക് ആരംഭിച്ചാൽ ഈ ആൾക്കാരെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. ഇവിടെ മുഴുവൻ ജനപ്രളയമായിരിക്കും. അപ്പോൾ പോലീസുകാരെ നമ്മൾ ആരംഭിക്കാൻ പറയും. അപ്പോൾ നമ്മൾ 5:30ക്ക് ആരംഭിക്കും. പിന്നെ വന്നവർ അങ്ങോട്ട് ചേർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അവിടെ ഒരു 11 മണിയാകുമ്പോൾ അവിടെ എത്തും. 11 മണിക്ക് കോഴിക്കോട് രൂപതാധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ പരിശുദ്ധ കുർബാനർപ്പണമാണ് 11 മണിക്ക്. പിന്നീട് സന്ദേശങ്ങളാണ്. 2 മണിക്ക് കഞ്ഞിരപ്പള്ളി മുൻ രൂപതാധ്യക്ഷൻ മാത്യു അറക്കൽ പിതാവിൻ്റെ ജപമാല സന്ദേശമാണ് 2 മണിക്ക്. 3 മണിയാകുമ്പോൾ ചിലപ്പോൾ ഇതിനൊക്കെ സമയത്തിന് അല്പം വ്യത്യാസം വരും, നേരത്തെ ആകുമില്ല. 3 മണിക്ക് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവൽ ഇരണേസ് പിതാവിൻ്റെ ദിവ്യബലി അർപ്പണമോ സമാപന സന്ദേശമാണ്. അപ്പോൾ പത്തനംതിട്ടക്കാരൊക്കെ നേരത്തെ പോയി കളഞ്ഞേക്കരുത്.
മലങ്കര കുർബാന എല്ലാവർക്കും പരിചയം കുറവായത് കാരണം പരിചയമുള്ളവർ ആ സമയത്ത് നമുക്ക് പിതാവിൻ്റെ സമയം ആ സമയത്ത് കിട്ടിയിരിക്കണം. 2:30 മണിക്ക് ആരംഭിക്കാൻ നോക്കാം. 2:30 മണിക്ക് മലങ്കര കുർബാന 2:30 മണിക്ക്. അപ്പോൾ ശരിക്കും ഒരു കുർബാനയിലും കൃപയിലും ആയിരിക്കും നമ്മൾ ആ ദിവസങ്ങളെല്ലാം. നിങ്ങൾക്ക് ലഘുഭക്ഷണങ്ങൾ കരുതി കൊണ്ടുവരാം. എല്ലാ കൊല്ലവും എല്ലാവരും കൊണ്ടുവരണതാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളവും ബ്രെഡും പഴവും ഒക്കെ കൊണ്ടുവരും ആൾക്കാർ. പോണ വഴിക്ക് കുറേ അധികം കിട്ടും. കുറേ അധികം നമ്മളിവിടെ കഴിഞ്ഞ വർഷം നമ്മൾ 5 ലക്ഷം ബണ്ണാണ് അവിടെ നമ്മളായിട്ട് കരുതിയത്. അത്രയും വെള്ളവും. ഇത് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടിയാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. കാര്യം നമ്മുടെ ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാർ, ഉടമ്പടി ചെയ്യാനുള്ളവരും ഒക്കെ അവരുടെ അവശേഷിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകണ ഒരു വലിയ കോടിക്കണക്കിന് ജപമാലയല്ലേ നമ്മൾ അർപ്പിക്കുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റണത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. 22 കിലോമീറ്ററാണ് നമ്മൾ സഞ്ചരിച്ച് പോയി ജപമാല അർപ്പിക്കണത്. അത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥന നിൽക്കുന്നവരുടെ ചൈതന്യത്തോടുകൂടിയുള്ള അതാണ് നമ്മുടെ ഇതിന് അഭിഷേകം ഉണ്ടാകാനും എപ്പോഴും അടയാളങ്ങൾ ജവഹർ റാലിയുടെ സാക്ഷ്യങ്ങളൊക്കെ പറയാൻ കാരണം, ജവഹർ റാലി സാക്ഷ്യം ഉണ്ടാകാൻ കാരണം ഇത് വീട്ടിൽ നിന്ന് ചുമ്മാ ഓടി കയറുന്ന ആൾക്കാരല്ല. ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി മാസങ്ങളായിട്ട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ചൊക്കെ ഒരുങ്ങിയാണ് ആൾക്കാരിപ്പോഴേ റാലിക്ക് പങ്കെടുക്കുന്നത് കുടുംബസമേതം. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ്. കാരണം എന്താ, ഇപ്പോൾ ഒരു ട്രെൻഡ് ഞാൻ കണ്ടത്, ഇപ്പോഴും 8 നോൻപല്ലേ, 8 നോൻപായത് കാരണം 8 നോൻപ് എടുക്കുന്നവരെല്ലാവരും ആ ഒരു ചൈതന്യത്തിൻ്റെ ശക്തിയിലാണ് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാത്തവരൊക്കെ 8 നോൻപ് ആചരിക്കുന്നവരൊക്കെ ഈ ദിവസങ്ങളിൽ വന്നു. ഇന്നേരൊക്കെ 800 ഉടമ്പടിയൊക്കെ ഉണ്ടായത്. മെനയെന്നും 700-750 ഉടമ്പടി ഉണ്ടായി. അപ്പം അതിൻ്റെ അർത്ഥം 8 നോൻപ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ഉടമ്പടി വഴി അമ്മയുമായി ഐക്യപ്പെട്ട് ഒരു ഭയങ്കരമായ അഭിഷേകത്തിലാണ് പോകുന്നത്. നിങ്ങളുടെ പവർ നിങ്ങൾ അറിയണം. ഈ ശക്തി ലോകം മുഴുവനുള്ള ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണം, കേരള സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണം, നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ടി കാഴ്ചവെക്കണം. അങ്ങനെ എല്ലാ മേഖലകളിലും എവിടെയൊക്കെയാണ് ദൈവം തന്നെ ഇടപെട്ടാലും ശരിയാകത്തുള്ള മേഖലകളിലെല്ലാം നിങ്ങളത് കാഴ്ചവെപ്പ് നമുക്ക് പ്രാർത്ഥിച്ച് സഹായിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന സാക്ഷ്യം കണ്ടില്ലേ, മണിപ്പൂരൊക്കെ വനങ്ങളിലും ഇരുന്നുകൊണ്ട് അവർ സുവിശേഷ വേല ചെയ്യണം. വനത്തിൽ ഒളിച്ച് താമസിക്കണം. വീടും പോയി പൊടിയും പോയി എല്ലാം പോയി. സ്റ്റിൽ അവിടെ പ്രത്യാശ നമ്മുടെ കർത്താവിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് നല്ല ബോധമുണ്ട്. അവർ തിരിച്ചു വന്ന് അതിനൊക്കെ ഭംഗിയുള്ള ദേവാലയങ്ങളിലും വീടുകളിലും അവർ താമസിക്കും. മാതാവ് അവരെ താമസിപ്പിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മയ്ക്കൊരു ഭവനം, എൻ്റെ സ്വന്തം പ്രാർത്ഥന മുറി എന്നുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് ഇനിയും അതിനകത്ത് പങ്കാളിത്തം വാങ്ങിക്കാവുന്നതാണ്. നമുക്ക് എല്ലാ ദിവസവും ഇവിടെ ഉടമ്പടിയുണ്ട്. 7 മണിക്ക് 1ാമത്തെ ക്ലാസ്, 10 മണിക്ക് 10:30 2ാമത്തെ ക്ലാസ്, 3ാമത്തെ ഉടമ്പടി ബാച്ച് 2 മണിക്കാണ്. വ്യാഴവും ഞായറും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അച്ഛൻ എല്ലാവരെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുതരമായ പ്രശ്നങ്ങളിരിക്കുന്ന എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്. 150 പേരെങ്കിലും ഒരു ദിവസം കാണുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരമാകും. പിന്നെ നിന്ന് തന്നെ ചെയ്യണ കാരണം ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് 1 മിനിറ്റെങ്കിലും 1 മിനിറ്റ് അൾത്താറയിൽ നിങ്ങളുടെ വിഷയമായി വിശ്വാസത്തോടെ, ഇപ്പം ഞങ്ങളെന്തുകൊണ്ടാണ് നിങ്ങളോട് വിഷയം സീരിയസ് ആകണമെന്ന് പറയാൻ കാര്യം, വിഷയം സീരിയസ് ആണെങ്കിൽ നിങ്ങളും പ്രാർത്ഥിക്കും. ഇപ്പോൾ ഇന്നലെ ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ കണ്ണിൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒന്നുമില്ലേ, അവരെന്നെ കണ്ടപ്പോൾ കാണണം. അപ്പോൾ അവന് കണ്ണിലെ കാര്യം പറയാം. നിങ്ങളെ അച്ഛനെ കാണുന്ന ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ മെഡിക്കൽ രേഖ ഉണ്ടാകണം. കാര്യം ഓഫീസിൽ കൊടുത്തിട്ട് നിങ്ങളുടെ വിഷയം സീരിയസ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ അപ്പോൾ നിങ്ങൾ ആൾത്താറിലേക്ക് പ്രാർത്ഥനയ്ക്ക് വിളിക്കും. അപ്പോൾ അതിന് രേഖ ഉണ്ടായാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. വിഷയം സീരിയസ് ആണ്, അതിൻ്റെ രേഖ കയ്യിലുണ്ടാകണം. എന്തായാലും എന്ത് വിഷയമായാലും അപ്പം അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് രേഖ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കും. ചിലർക്ക് മെസ്സേജ് കൊടുക്കും, ചിലർക്ക് ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കും. ചിലപ്പോൾ അതൊക്കെ 1 മിനിറ്റ് കൊണ്ടെല്ലാം തീരും. ചിലപ്പോൾ 2 മിനിറ്റ് എടുക്കും, ചിലർ 3 മിനിറ്റ് എടുക്കും. ചില വിഷയം ഗുരുതര വിഷയങ്ങൾ സംസാരിക്കാൻ ഞാൻ സമയം കൊടുക്കും. ഗുരുതര വിഷയങ്ങൾ ഉപദേശം കൊടുക്കേണ്ട പാട്ടുകളുണ്ടാവും. അത് കൊടുക്കാനൊക്കെ സമയം കിട്ടും. ബാച്ച് പറഞ്ഞു വിട്ടും ആ വ്യക്തിയെ മാത്രം നിർത്തി
ആ വ്യക്തിക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. 100 സ്റ്റാഫുണ്ട്, അവരെല്ലാവരെയും നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.